ഒരു ഗ്രാമത്തിൽ 3 കുട്ടികളുണ്ടായിരുന്നു. സത്യൻ, സുധീഷ്, ബാബ. ഇവര് 3 പേരും സഹോദരങ്ങളെ പോലെയാണ് ജീവിച്ചിരുന്നത്. എന്നാൽ സത്യനും സുധീഷും ജ്യേഷ്ഠനും അനുജനാണ്. സത്യനാണ് മൂത്ത കുട്ടി, സുധീഷ് അനിയനാണ്. തൊട്ടടുത്ത വീട്ടിലെ ഒരു മുസ്ലിം കുട്ടിയാണ് ബാബ. ഇവരുടെ 3 പേരും തമ്മിലുള്ള ഒരു ബന്ധം എന്താണെന്ന് വെച്ചാൽ ഒരു സഹോദരങ്ങളെ പോലെയാണ് അവരുടെ നടത്തവും ഇരുത്തവും അവരുടെ ജീവിതശൈലിയൊക്കെ. ഈ 3 പേരും ഒരേ കുടുംബങ്ങളിലെ അംഗങ്ങളെ പോലെ സ്കൂളിലേക്ക് പോയും സ്കൂൾ വിട്ട് തിരിച്ചു വരികയും ചെയ്യുന്ന ഒരു കാലഘട്ടം, ഒരു പ്രായം. ആ പ്രായത്തിൽ നോക്കുമ്പോൾ എല്ലാ കുട്ടികളും ചേർത്തുന്ന പോലെ ബാബയും ചേർത്ത് സുധീഷിനും ചേർത്ത്. ബാബയ്ക്കും കിട്ടി സ്ലേറ്റും പുസ്തകവും, സുധീഷിനും കിട്ടി. പിന്നീട് അവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ ഓരോ വർഷങ്ങൾ വേണം പഠിച്ചു വരുമ്പോൾ 2ാം ക്ലാസ് 3ാം ക്ലാസ് ഇങ്ങനെ വരുന്നല്ലോ. അപ്പൊ ഈ 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ്സിൽ എത്തുമ്പോൾ നമ്മൾ പുസ്തകങ്ങളുടെ എണ്ണം കൂടി വരും അല്ലെ. പക്ഷെ ഈ സമയത്ത് ബാബയെ സംബന്ധിച്ചിടത്തോളം പുസ്തകങ്ങളുടെ എണ്ണം കുറവായിരുന്നു. അങ്ങനെയാണ് ബാബ 1 മുതൽ 4 വരെ പഠിച്ചു വന്നത്. അങ്ങനെ സുധീഷും ബാബയും തമ്മിലുള്ള ഈ പഠനം 1 മുതൽ 4 വരെയുള്ള വരവിനിടയിൽ 4ാം ക്ലാസ്സിലെ പരീക്ഷ എഴുതിയിട്ട് അവരെല്ലാവരും കൂടെ എല്ലാ കുട്ടികളും കൂടെ ഇരുന്നിട്ട് അവര് സംസാരിച്ചു. എടാ, ജയിച്ചാൽ ഞാൻ ഈ സ്കൂളിലേക്കാണ്, നീ ജയിച്ചാൽ ഏത് സ്കൂളിലേക്കാണ്, ഇങ്ങനെ ഒരു ചർച്ചകൾ കുട്ടികൾ തമ്മിൽ നടത്തിയിട്ട് അതിനുശേഷം അവര് നടത്തിയതിനു ശേഷം അവർ വീട്ടിലേക്ക് വന്നു.